20 വർഷത്തിന് ശേഷം സൗദിയിലെ ജയിലിൽ നിന്ന് മോചിതനായ കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീം അല്പസമയത്തിനകം നാട്ടിലെത്തും. രാവിലെ 7:25 കരിപ്പൂരിൽ വിമാനമിറങ്ങും. ജനകീയ ഇടപെടലിലൂടെയാണ് സൗദി ബാലൻ മരിച്ച സംഭവത്തിൽ അബ്ദുൾ റഹീമിനെ മോചിപ്പിച്ചത്. 34.35 കോടി രൂപയാണ് ദിയാധനമായി നൽകിയത്. 24ന്റെ ഇടപെടലാണ് റഹീമിന്റെ മോചനത്തിൽ നിർണായകമായത്. ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ നിന്നും അജി കുഞ്ഞുമോൻ അബ്ദുൾ റഹീമിന്റെ വീട്ടിൽ നിന്നും ചേരുകയാണ്. ആദ്യം നമ്മൾ പോകുന്നത് ജലീൽ കണ്ണമംഗലത്തിലേക്കാണ്. ജലീൽ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും വളരെ സന്തോഷമുള്ള വാർത്തയാണ്. എപ്പോഴേക്ക് അബ്ദുൾ റഹീം നാട്ടിലെത്തും? അല്പസമയത്തിനകം എത്തുമെന്നാണല്ലോ നമുക്ക് ലഭിക്കുന്ന വിവരം. ഗുഡ് മോർണിംഗ് കൃഷ്ണ, ഉന്മേഷ്. 20 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമാകുകയാണ്. വളരെ സന്തോഷം നൽകുന്ന ഒരു നിമിഷമാണ്. പെരുന്നാൾ ആഘോഷിക്കാൻ അബ്ദുറഹീം നാട്ടിലെത്തുകയാണ്. അബ്ദുറഹീം ഇപ്പോൾ വിമാനത്തിനാണുള്ളത്. ഏതാണ്ട് 7:30 ശേഷം, രാവിലെ 7:30 ശേഷം എയർ ഇന്ത്യ എക്സ്പ്രസിൽ അബ്ദുറഹീം കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങും. ഇന്നലെയാണ് അബ്ദുറഹീം ജയിൽ മോചിതനായത്. ജയിൽ അധികൃതർ തന്നെ നേരിട്ട് ജയിലിൽ നിന്ന് വിമാനത്താവളത്തിൽ എത്തിക്കുകയായിരുന്നു. ഇമിഗ്രേഷൻ ഉൾപ്പെടെ എല്ലാ നടപടികളും പൂർത്തിയാക്കിയത് ജയിൽ ഉദ്യോഗസ്ഥർ തന്നെയാണ്. രാത്രി 12 മണിക്കായിരുന്നു റിയാദിൽ നിന്ന് വിമാനം പുറപ്പെട്ടത്. കരിപ്പൂരിൽ IX 322 എന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് അബ്ദുറഹീം യാത്ര തിരിച്ചത്. ബലിപെരുന്നാൾ ആഘോഷിക്കാൻ അബ്ദുറഹീം ഉമ്മയോടൊപ്പം ഉണ്ടാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 20 വർഷത്തെ ശിക്ഷാ കാലാവധി അവസാനിച്ചത് മെയ് 19 26-ാം തീയതി മോചന ഉത്തരവിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ഫൈനൽ എക്സിറ്റും ലഭിച്ചു. 2 പതിറ്റാണ്ടിന് ശേഷം അബ്ദുറഹീം ഇന്ന് നാട്ടിലെത്തുകയാണ്. 2006 നവംബറിൽ ആണ് സൗദി അറേബ്യയിൽ അബ്ദുറഹീം എത്തിയത്. ആദ്യമായി എത്തുകയായിരുന്നു. 2006 ഡിസംബറിൽ തന്നെ ആ കൊലപാതകം, മരണം കേസ് ആസ്പദമായ സംഭവം നടക്കുകയും ചെയ്തു. തന്റെ പരിചരണത്തിലുള്ള രോഗിയായ സൗദി ബാലൻ കൊല്ലപ്പെട്ടു എന്നതാണ് കേസ്. ഭിന്നശേഷിക്കാരനായിരുന്നു ആ ബാലൻ. അബ്ദുറഹീമും ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് ചില കാര്യങ്ങളിൽ വാക്കുതർക്കമുണ്ടായി. സൗദി ബാലൻ ഘടിപ്പിച്ചിരുന്ന ശ്വാസം ലഭിക്കാൻ വേണ്ടിയുള്ള ഉപകരണം അത് വേർപെട്ടു. അങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത്. ആശുപത്രിയിൽ എത്തിക്കാൻ അബ്ദുറഹീം ശ്രദ്ധിച്ചില്ല. കുറ്റം മറച്ചു വെക്കാൻ ശ്രമിച്ചു. ഇതൊക്കെയാണ് ഈ കുറ്റത്തിന്റെ ഗൗരവം വർദ്ധിക്കാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ സ്വകാര്യ അവകാശ കേസിൽ വധശിക്ഷയായിരുന്നു കോടതി വിധിച്ചത്. ആ വധശിക്ഷ പിന്നീട് റദ്ദായി. 15 മില്യൺ സൗദി റിയാൽ ദിയാധനം സൗദി ബാലന്റെ കുടുംബത്തിന് നൽകിയതോടുകൂടി പിന്നീട് പൊതു അവകാശ കേസായിരുന്നു. പൊതു അവകാശ കേസിൽ 20 വർഷത്തെ തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്. ആ 20 വർഷത്തെ കാലാവധിയാണ് ഈ കഴിഞ്ഞ 19-ാം തീയതി അവസാനിച്ചത്. അബ്ദുറഹീമിന് മാപ്പ് ലഭിക്കാൻ, വധശിക്ഷയിൽ നിന്ന് മാപ്പ് ലഭിക്കാനുള്ള ചർച്ചയൊക്കെ നടക്കുന്നത് 2023 അതിന് കാരണം അനന്തരാവകാശികളുടെ ഒക്കെ പ്രായമായി. അബ്ദുറഹീമിൻ ഈ കൊല്ലപ്പെട്ട സൗദി ബാലന്റെ സഹോദരന്മാർക്കൊക്കെ പ്രായമാകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ 2023 അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നത്. 2024 ഏപ്രിൽ 16 മുമ്പ് 15 മില്യൺ സൗദി റിയാൽ, അതായത് 34 കോടിയോളം രൂപ ദിയാധനമായി നൽകിയാൽ മാപ്പ് നൽകാം എന്നായിരുന്നു അന്ന് സൗദി ബാലന്റെ കുടുംബത്തിന്റെ അഭിഭാഷകൻ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ പണം സ്വരൂപിക്കാൻ മലയാളികൾ വളരെ പെട്ടെന്ന് തന്നെ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി. 24 വളരെ ചെറുതല്ലാത്ത പങ്ക് ഇതിൽ വഹിച്ചു. തുടർച്ചയായ വാർത്തകൾ നൽകി. ഫണ്ട് കണ്ടെത്തുന്നത് വരെ നമുക്ക് ആവുന്നത് ചെയ്യാൻ നമ്മുടെ ചെയർമാൻ ആലങ്കർ സാറും SKNനും ഒക്കെ പ്രത്യേക നിർദ്ദേശം നൽകുകയും ചെയ്തു. മറ്റു മാധ്യമങ്ങളും ചാരിറ്റി നടത്തുന്ന വ്യക്തികളും സംഘടനകളും എല്ലാം സജീവമായി ഈ സമയത്ത് രംഗത്തിറങ്ങിയിരുന്നു. അങ്ങനെ ദിയാധനമായ 15 മില്യൺ റിയാൽ, 34 കോടിയോളം രൂപ ആവശ്യമുള്ള സ്ഥാനത്ത് 47 കോടിയോളം രൂപയാണ് മലയാളികൾ എല്ലാവരും കൂടി സമാഹരിച്ചത്. 2024 മെയ് അവസാനമായപ്പോഴേക്കും ഈ പണം നാട്ടിൽ നിന്ന് സൗദിയിൽ എത്തുകയും ചെയ്തു. ഈ കഴിഞ്ഞ വർഷം 2024 ജൂൺ 3 ഈ ചെക്ക് സൗദി റിയാദിലുള്ള ഗവർണറേറ്റിന് കൈമാറി പണം കുടുംബത്തിന് കൈമാറുകയും ചെയ്തു. അതോടെ ഈ കുടുംബം മാപ്പ് നൽകി. 2024 ജൂൺ 2 വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള കോടതിയുടെ വിധി വന്നത്. ജലീൽ കണ്ണമംഗലമാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ CP മുസ്തഫ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. റിയാദിലെ റഹീം സഹായ സമിതിയുടെ ചെയർമാനാണ് അദ്ദേഹം. ശ്രീ CP മുസ്തഫ, ഗുഡ് മോർണിംഗ്. റഹീം നാട്ടിലേക്ക് തിരിച്ചിരിക്കുന്നു. 7:30 കരിപ്പൂരിലിറങ്ങും. വലിയൊരു പോരാട്ടത്തിന്റെ കഥ കൂടിയാണ് അദ്ദേഹം നാട്ടിലേക്ക് തിരികെ എത്തുമ്പോൾ. താങ്കൾ എങ്ങനെയാണ് ഈ നിമിഷത്തെ കാണുന്നത്? ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് റിയാദിലെ പ്രവാസികളായ എല്ലാ ആളുകളും
അത്രമാത്രം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. റഹീമിനെ മോചിപ്പിക്കുക എന്നുള്ള ദൗത്യത്തിൽ കഴിഞ്ഞ ഏകദേശം 16 വർഷത്തോളമായി നിലവിൽ ഈ കമ്മിറ്റി നിലവിൽ വന്നിട്ട് ഏകദേശം ആ സമയം മുതൽ ഇതിന് നേതൃത്വം തന്ന ഞങ്ങളുടെയൊക്കെ പ്രിയ നേതാവ് ശ്രീ അഷ്റഫ് വേങ്ങാട്, അദ്ദേഹത്തിന്റെ നാട്ടുകാരനാണ് റഹീം. അദ്ദേഹത്തിന്റെ ആ ഒരു താല്പര്യം ഇതിൽ ഒരു പ്രധാന ഘടകമായിരുന്നു. അദ്ദേഹം അതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചു. ആ പ്രവർത്തന രംഗത്ത് അദ്ദേഹത്തിന്റെ ഇത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. അദ്ദേഹം ആ നേതൃത്വം ഞങ്ങൾക്കൊക്കെ ആ നേതൃത്വം തന്നു. അതിന്റെ പിന്നാലെ ഞങ്ങൾ എല്ലാവരും പ്രവർത്തിച്ചു, ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. ആ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇന്ന് അബ്ദുറഹീം പെരുന്നാൾ കൂടാൻ റഹീമിന്റെ ഉമ്മയുടെ അടുത്ത് എത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇവിടെ റിയാദിലുള്ള എല്ലാ പ്രമുഖ സംഘടനകളും എല്ലാ സംഘടനകളും ഈ പ്രവർത്തന രംഗത്ത്, അതായത് ഇന്നലെ അദ്ദേഹം റഹീം ഇവിടുന്ന് വിമാനത്തിലേക്ക് കയറുന്നത് വരെ ഓരോ നിമിഷവും റിയാദ് പൊതുസമൂഹം വളരെ വളരെ ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുകയാണ്. എക്സിറ്റ് അടിച്ചു കഴിഞ്ഞെങ്കിൽ പോലും എയർപോർട്ടിൽ നിന്ന് എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി എയർപോർട്ടിൽ നിന്ന് കയറുന്ന സമയം വരെ ഒരു വല്ലാത്ത ഒരു ടെൻഷനായിരുന്നു. അബ്ദുറഹീം കയറി പോകുന്ന ആ നിമിഷം വളരെ സന്തോഷകരമായ നിമിഷമാണ് ഇപ്പോൾ നമ്മൾക്കൊക്കെ കാണാൻ കഴിഞ്ഞത്. ശരി, എന്തായാലും വളരെ നന്ദി. ഈ ഒരു നല്ല ഉദ്യമത്തിൽ അത്രയും ആക്റ്റീവായി പ്രവർത്തിച്ചതിന് എല്ലാ മലയാളികൾക്കും, പ്രവാസി മലയാളികൾക്കും അതിന് നേതൃത്വം നൽകിയ അങ്ങടക്കമുള്ള എല്ലാവർക്കും ഞങ്ങളുടെയും നന്ദിയും അഭിനന്ദനവും അറിയിക്കുന്നു. ഇനി അജി കുഞ്ഞുമോനിലേക്കാണ് നമ്മൾ പോകുന്നത്. അജിയുണ്ട് അബ്ദുൾ റഹീമിന്റെ വീട്ടിൽ നിന്ന്. അജി, വെരി ഗുഡ് മോർണിംഗ്. 2 പതിറ്റാണ്ടിന് ശേഷം മകൻ മടങ്ങി വരികയാണ്. ഒരു ബലിപെരുന്നാളിൽ ഒരു കുടുംബത്തിനും ഒരു സമൂഹത്തിനും ലഭിക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന്. അവിടെ നിന്നുള്ള പ്രതികരണങ്ങളും ആ കാത്തിരിപ്പും ഒക്കെ. തീർച്ചയായിട്ടും ഡോക്ടർ ഉന്മേഷ്, ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷത്തിലാണ് അബ്ദുറഹീമിന്റെ നാടും ഒപ്പം തന്നെ വീടും ഉള്ളത്. കാരണം അത്രത്തോളം ആഹ്ലാദത്തിലാണ്. ഇന്ന് പെരുന്നാളാണ്. ആ പെരുന്നാൾ ദിനത്തിൽ ഏറ്റവും വലിയ സന്തോഷത്തിലാണ് അബ്ദുറഹീമിന്റെ കുടുംബം, പ്രത്യേകിച്ച് ഉമ്മയടക്കമുള്ള ആളുകൾ വലിയ തലത്തിലുള്ള ഒരു ആനന്ദത്തിലും ഒപ്പം തന്നെ അവർക്ക് അത്രയും പറയാൻ വാക്കുകളിൽ അത്രയും വലിയ ഒരു ആശ്വാസത്തിലൊക്കെയാണ്. ഞാനിപ്പോൾ ഉള്ളത് റഹീമിന്റെ വീട്ടിലാണ്. വീട്ടിൽ ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, മറ്റാളുകൾ ഇവിടേക്കൊക്കെ വരുന്നുണ്ട്, നാട്ടുകാരൊക്കെ വരുന്നുണ്ട്. കാരണം 7:30 കൂടെയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ റഹീം എത്തുക. എനിക്കൊപ്പമുള്ളത് അബ്ദുറഹീമിന്റെ സഹോദരൻ നസീറൊക്കെയാണ്. നസീറക്ക, പെരുന്നാൾ ദിവസമാണ് ഇന്ന്. സന്തോഷമല്ല എല്ലാം കൊണ്ടും? എല്ലാം കൊണ്ടും സന്തോഷമാണ്. അവന് ഫ്ലൈറ്റ് കയറുന്നത് വരെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു, എമിഗ്രേഷന്റെ വിഷയം ഉണ്ടാവോ ഇല്ല എന്നുള്ള. കയറിന് ശേഷം നമുക്ക് എന്താ പറയുക പൂർണ്ണമായിട്ട്. ഇനി ഞാൻ മറ്റൊരു കാഴ്ച കാണിക്കട്ടെ. ഇതാണ് ഫ്ലൈറ്റിൽ ഇരുന്നുള്ള ഫോട്ടോ. അതെ 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 അത് അവര് കയറിന് ശേഷം അവിടുന്ന് വിട്ടു തന്നതാണ്. അതെ അതെ അതെ. എന്താണ് പറയാനുള്ളത്? 20 വർഷങ്ങൾക്ക് ശേഷം അടിയിലെ കാണുകയാണ്. അതെ അതെ, ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ 7:30 മണിക്ക് കരിപ്പൂർ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരുന്നതാണ്. എന്തായാലും വലിയ പെരുന്നാളും വലിയൊരു ആഘോഷം, 20 വർഷത്തിന് ശേഷമുള്ള ഒരു ആഘോഷം ഒന്നിച്ചായതുകൊണ്ട് ദൈവത്തിനെ സ്തുതിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ സഹായിച്ചവരെ മറക്കുന്നില്ല, എല്ലാവരെയും എന്താ നല്ല മനസ്സോടു കൂടി കാണുകയാണ്. എന്ന് വലിയ ബന്ധുക്കളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നല്ലേ? ആ ബന്ധുക്കളൊക്കെ ഒരുവിധമൊക്കെ രാത്രി വന്നിട്ടുണ്ട്, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബോച്ച വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ബോച്ച വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അറിയില്ല. ക്രൗഡ് ഫണ്ടിൻ്റെ അന്ന സമയത്തൊക്കെ വന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒന്നും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. എന്തായാലും വലിയൊരു ആഘോഷമായിട്ട് തന്നെയാണ് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ക്രിസ്റ്റീന, ഒപ്പം തന്നെ ഡോക്ടർ ഉന്മേഷ്, വലിയ തലത്തിലുള്ള ഒരു ആവേശം ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്കത് വ്യക്തവുമാണ്. കാരണം 20 വർഷങ്ങൾക്ക് ശേഷം സഹോദരനെ നേരിട്ട് കാണുന്ന ഒരു സഹോദരന്റെ സന്തോഷവും ഒപ്പം തന്നെ 20 വർഷങ്ങൾക്ക് ശേഷം മകനെ കാണുന്ന ഒരു അമ്മയുടെ ആനന്ദവും നമ്മൾക്ക് ഈ വീട്ടിൽ നിന്ന് കാണാൻ കഴിയും. കാരണം കഴിഞ്ഞ 20 വർഷത്തെ പെരുന്നാൾ ദിവസങ്ങൾ, വലിയ പെരുന്നാളിലും ചെറിയ പെരുന്നാളിലും ഒക്കെ ഈ വീട്ടിൽ ഈ മകന്റെ വരവും കാത്ത് മകന്റെ ആദിയെ ഓർത്ത് വേദനിക്കുന്ന കുടുംബമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പെരുന്നാളിൽ, ബക്രീദ് ദിനത്തിൽ, വലിയ പെരുന്നാൾ ദിനത്തിൽ വലിയ തലത്തിലുള്ള ഒരു ആഘോഷം തന്നെയാണ് ഈ വീട്ടിലുള്ളത്. ആ വരവിനായി, അതായത് അബ്ദുറഹീമിന്റെ വരവിനായി കാത്തിരിക്കുകയാണ്. ഈ എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട് പ്രേക്ഷകർക്ക് ഓർമ്മ കാണും. അന്ന് അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട ഒരു നാടൊന്നാകെ ഒത്തുകൂടിയ ആ ഒരു വീട്, ആ വീട്ടിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ആ വീട്ടിലേക്കാണ് അബ്ദുറഹീം അല്പസമയത്തിനകം തന്നെ വരുന്നത്. 7:30 കരിപ്പൂർ വിമാനത്താവളത്തിൽ അബ്ദുറഹീമിനെ സ്വീകരിക്കാൻ
ഈ സഹായ സമിതി ഉള്ള ആളുകൾ, നിയമസഹായ സമിതിയുടെ ആളുകളൊക്കെ തന്നെ ഉണ്ടാകും. അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് അബ്ദുറഹീം വരുന്നത്. ഏതായാലും വലിയ ആഹ്ലാദത്തിൽ തന്നെയാണ് അബ്ദുറഹീമിന്റെ നാടും വീടും. ക്രിസ്റ്റീന, ഉന്മേഷ്. ശരി, അജി കുഞ്ഞുമോനാണ് അബ്ദുൾ റഹീമിന്റെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.